ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞിരുന്നു പ്രഷർ പമ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഇടണത്. അപ്പോൾ എല്ലാവരും അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വീഡിയോ സേവും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിവിടെ ആകെ വന്നിരിക്കുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ 1 ഇഞ്ച് മോട്ടറിൻ്റെ ഇന്ന് പൈപ്പ്. ഇത് മുകളിലത്തെ നിലയിലേക്ക് പോണ ഒരു 1.5 ഇഞ്ചിൻ്റെ CPC പൈപ്പ്. അതേപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് കാണിച്ചു കൊടുത്താൽ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് പൈപ്പ്. അങ്ങനെ 2 ലൈനാണ് നമ്മുടെ വീടുകളിലേക്ക് താഴത്തേക്ക് മുകളിലേക്കായിട്ട് ഇറങ്ങുന്നത്. ഇത് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടിയിലേക്ക് നമുക്ക് അത്യാവശ്യം തുണി കഴുകാനും പുറത്ത് എന്തെങ്കിലും ടാപ്പിന് വേണ്ടിയിട്ട് നോർമൽ പ്രഷറുള്ള വാട്ടർ ഇറക്കിയിട്ടുള്ളതാണ്. അത് മാത്രമാണ് നമ്മളിവിടെ PVC ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് പ്രഷർ പമ്പ് V-ഗാർഡിൻ്റെ ആണ്. 750 വരുന്നത്. ഒരു 4 ബാത്റൂമൊക്കെ നല്ല രീതിയിൽ പ്രഷർ കിട്ടുമെന്നാണ് പറയണത്. നമ്മൾ വെച്ചിട്ടില്ല, ഇപ്പോൾ ചാർജ് ചെയ്യാൻ പോകണം, എന്നിട്ട് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം, ഇതിനൊരു എയർ വെൻ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു വാൽവാണ് നമ്മൾ പ്രഷർ പമ്പിന് വെക്കാറ്. അപ്പോൾ എന്തെങ്കിലും ഒരു എയറൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ വാൽവ് തുറന്ന് എയർ കളഞ്ഞിട്ടാണ്. അതിന് വേറെ ഒരു എയർ വെൻ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇന്നിലേക്ക് ഔട്ടിലേക്ക് നിർബന്ധമായിട്ടും വാൽവുകൾ രണ്ടും സെറ്റാക്കണം. അതേപോലെ യൂണിയനുകൾ 2 വെക്കണം. എന്തെങ്കിലും ഒരു കാരണവശാലും മോട്ടോർ ഊരി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ അതങ്ങനെ ചെയ്യണം. അതേപോലെ നമ്മളിവിടെ ഒരു പ്ലഗ് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അതേപോലെ ടാങ്കിൽ നിന്ന് നോക്കിയാൽ കാണാം. ടാങ്കിൽ നമ്മൾ നേരെ അവിടെ നിന്ന് ഒരു യൂണിയൻ ഇട്ട് കൊടുന്ന് നേരെ അതെല്ലാം അങ്ങോട്ട് കറക്കി ഈ ഒറ്റ ലൈനാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നേരെ നമ്മൾ ഇപ്പുറത്ത് നമ്മളിവിടെ ടീ ഇട്ടിട്ട് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ബൈപ്പാസിങ് നടക്കണം കേട്ടോ. ഇതിൽ നമ്മളൊരു വാൽവ് വെച്ചിട്ട് നോൺ റിട്ടേൺ വാൽവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഷർ ഇതിലൂടെ ഈ എന്തെങ്കിലും പമ്പിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇൻവെർട്ടർ കാരണം പമ്പിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം നമുക്ക് ഈ ബൈപ്പാസ് വാൽവ്, ഈ വാൽവ് ഓട്ടോമാറ്റിക്കലി ഇതെപ്പോഴും തുറന്നാണ് നമ്മളിടുക. അതായത് ഈ നോൺ റിട്ടേൺ വാൽവ് നമ്മൾ പ്രഷർ ഇല്ലാണ്ടാകുമ്പോൾ പ്രഷർ തന്നെ റിലീസ് ചെയ്തിട്ട് ഈ സാധനം ക്ലിയറായി നേരെ അടിയിലേക്ക് 2ലേക്കും. ഇവിടെയാണ് നമ്മുടെ ബൈപ്പാസിങ് നടന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ വന്ന് ടീ ഇട്ടിട്ട് നേരെ ഇതിലേക്കും കടത്തി അതിലേക്കും കടത്തി രണ്ടും ഒറ്റ പ്രഷർ ലൈൻ നേരെ ഇതാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. ആ നേരെ ഇതിലേക്ക് വന്ന് ഈ ടീ നേരെ അതിലേക്ക് കണക്റ്റായി. ഇവിടേക്ക് ഇങ്ങോട്ട് കയറില്ല, നോൺ റിട്ടേൺ വാൽവ് വെച്ച കാരണം പ്രഷർ ടാങ്കിലേക്ക് എടുക്കില്ല. ആ നേരെ വന്ന് ഇവിടെ 2 ടീ ഇട്ടിട്ട് 2 വാൽവ് ഇവിടെ വെച്ച് നേരെ അടിയിലേക്ക് പോകണം. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇനി ഇതിൻ്റെ വാഷ് ഔട്ട് നമ്മൾ അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അവിടെയാണ് കഴുകി കളയാൻ വെള്ളം വെച്ചിട്ടുള്ളത്. നേരെ അടിയിലേക്ക് ഇറക്കിയിട്ടില്ല. അടിയിലേക്ക് ഇറക്കാത്തതിന് കാരണമുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഇറക്കാത്തത്. മുകളിൽ വല്ല സോളാർ വെക്കുന്ന കാലത്ത് ഒരു ടാപ്പ് വേണം, ആ സൈഡിൽ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ വെച്ചതിൽ എന്തെങ്കിലും കുറവോ കുറ്റങ്ങളോ ഉണ്ടെങ്കിലും നല്ലതും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്നും നമ്മുടെ വർക്കുകൾ എപ്പോഴും മാറ്റിയും തിരുത്തിയും ഒക്കെയാണ് നമുക്ക് മുന്നേറി പോകേണ്ടത്. എല്ലാം ഒരു പാറ്റേണിലും നമ്മൾ ചെയ്യുന്നത് ശരിയെന്നും പറഞ്ഞിട്ടല്ല, നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം എടുത്ത് അതിന് ഉൾക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു പണിക്കാരനാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കാം. ഓക്കെ.